തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ. ഇയാൾക്കെതിരെ ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ ബിനുവിനെതിരായ അഴിമതി ആരോപണം എന്താണ്? ഒപ്പം ഓംബുഡ്സ്മാന്റെ ഉത്തരവും. സഹപ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം കേസിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ഓംബുഡ്സ്മാന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. നിലവിൽ നേരത്തെ തന്നെ സഹപ്രവർത്തകർ നിരവധി പരാതി ഇയാൾ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം സെക്രട്ടറിക്കും നൽകിയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറിയാണ് ബിനു. ഈ ബിനുവിനെതിരെ പരാതി നൽകിയിട്ടും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ ഓംബുഡ്സ്മാനെ സമീപിച്ചത്. ഓംബുഡ്സ്മാന് നൽകിയ പരാതിയിൽ അതിന്റെ രേഖകളും ഹാജരാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ബി ബിനു ദേവസ്വം പ്രസിഡന്റ് സ്വാധീനത്തിൽ അന്നദാനത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചും വഴിപാടുകളിൽ കൃത്രിമം കാണിച്ചും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നതാണ് പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓംബുഡ്സ്മാൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, അന്വേഷണത്തിനായുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പരാതി ഇത്തരത്തിലാണ്. 2022-23 കാലയളവിൽ മലയാലപ്പുഴ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്യുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലെ തളിതസ്തികയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെ അപമാനിച്ചു എന്നത് സംബന്ധിച്ചുള്ള പരാതിയും ഇയാൾക്കെതിരെ നിലനിന്നിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ പല ഘട്ടങ്ങളിലായി ദേവസ്വം പ്രസിഡന്റും ദേവസ്വം സെക്രട്ടറിക്കും പരാതി നൽകിയെങ്കിലും മുഖവിലയ്ക്ക് എടുത്തില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ഇയാൾക്കെതിരെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഓംബുഡ്സ്മാന്റെ ഉത്തരവിൽ പറയുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറി ബിനുവിനെതിരെ ആക്ഷേപം ഉയർന്നിട്ടും കൃത്യമായ ഒരു മറുപടി പറയാൻ ദേവസ്വം പ്രസിഡന്റ് തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഇയാളെ ഈ തസ്തികയിൽ നിന്ന് പേഴ്സണൽ സെക്രട്ടറി എന്ന തസ്തികയിൽ നിന്ന് ഒഴിവാക്കാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനീഷ്, ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം തേടിയിരുന്നോ? ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ അദ്ദേഹം നടത്തിയോ? ഇത്തരത്തിലാണ് അന്വേഷണം പൂർത്തിയാകട്ടെ, അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഇപ്പോൾ ഓംബുഡ്സ്മാന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിനുള്ള ഉത്തരവല്ലേ നൽകിയിരിക്കുന്നത്. അന്വേഷണം വന്നാൽ ഒരു ആൾ ഉടനെ കുറ്റക്കാരനാകുമോ എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് ചോദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ദേവസ്വം പ്രസിഡന്റിനെതിരെയും വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറി ബിനുവിനെ സംരക്ഷിക്കുന്നത് ദേവസ്വം പ്രസിഡന്റ് ആണ് എന്ന സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയൊക്കെ നേരത്തെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. PS പ്രശാന്ത് ഇക്കാര്യത്തിൽ ബിനുവിനെ സംരക്ഷിക്കാൻ ഒരു നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ ബോർഡ് തന്നെ ഒരു അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്നല്ലേ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടും ഈ അഴിമതിയുടെ ഒരു വിഷയം കൃത്യമായി തന്നെ തെളിഞ്ഞു വരുന്നവരെ ആ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറാകാത്തതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന സംബന്ധിച്ചുള്ള ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഓംബുഡ്സ്മാന്റെ ഉത്തരവ് മാത്രമല്ലേ വന്നിട്ടുള്ളൂ എന്ന ഒരു മറുചോദ്യവുമായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഈ ഓംബുഡ്സ്മാനെ പ്രവർത്തകരായ ജീവനക്കാർ സമീപിക്കുന്നതിന് മുമ്പായി തന്നെ പരാതി നൽകിയിരുന്നു. ഓംബുഡ്സ്മാന് മുന്നിൽ പരാതിയുമായി സമീപിക്കുന്നതിന് മുമ്പ് ദേവസ്വം സെക്രട്ടറിക്കും പ്രസിഡന്റും പരാതി നൽകിയിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ബിനുവിന് സംരക്ഷണം ഒരുക്കിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത്. ശരി വിനീഷ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ എത്തിയിരിക്കുന്നു. ജനം പുറത്തുവിട്ട വാർത്തയാണ്, വിവരങ്ങളാണ് വിനീഷ് പങ്കുവച്ചത്.